ജീവിതത്തിൻ നിറവിൽ ഞാൻ പ്രശോഭിക്കട്ടെ. ആദ്യനും അന്ത്യനും നീ മാത്രമീശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനീശുവേ. ആരാധന ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: അവൻ അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ കൽപ്പിച്ചു, നിങ്ങൾ ജെറുസലേം വിട്ട് പോകരുത്. എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. പെന്തക്കോസ്തി തിരുനാളിന് ഏറ്റവും അടുത്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് കർത്താവ് ശിഷ്യന്മാരോട് കൽപ്പിച്ച അതേ കൽപ്പന നമ്മളോടും അവിടുന്ന് ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. ജെറുസലേം ദൈവത്തിൻ്റെ നാട്, അല്ലെങ്കിൽ ദൈവാലയം ഉള്ള സ്ഥലം, ദൈവം അധിവസിക്കുന്ന സ്ഥലം. ജെറുസലേം വിട്ട് പോകരുത് എന്ന് പറഞ്ഞാൽ ദൈവ സാന്നിധ്യം വിട്ട്, ദൈവാലയം വിട്ട്, ദൈവാലയം സ്ഥിതി ചെയ്യുന്ന പ്രദേശം വിട്ട് നിങ്ങൾ എങ്ങും പോകരുത്. എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് എഴുന്നള്ളി വന്ന് നമ്മെ അഭിഷേകത്താൽ നിറയ്ക്കുന്ന ദിവസമാണല്ലോ പെന്തക്കോസ്തി പെരുന്നാൾ ദിവസം. പ്രത്യേകമായും ഈ പെരുന്നാളിന് ഏറ്റവും അടുത്ത് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും സർവശക്തിയോടും കൂടെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ ദൈവം അവനിൽ അധിവസിക്കുന്നു എന്നുള്ള അവിടുത്തെ വലിയ സ്നേഹത്തിൻ്റെ വാഗ്ദാനം സ്വീകരിക്കുവാൻ അതിയായി ആഗ്രഹിച്ചുകൊണ്ട്, അതിയായി ഒരുങ്ങിക്കൊണ്ട് നമുക്കും നമ്മളെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലേക്ക് പറഞ്ഞുവിട്ട നമ്മുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും സർവശക്തിയോടും കൂടെ ആരാധിക്കാം. ഈശോനാഥ
വീശി ഹല്ലേലൂയ ആരാധിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോ 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 ഈശോ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലെയുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി. അതവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലെയുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. പെന്തക്കോസ്താ പെരുന്നാളിന്റെ ആദ്യ പെന്തക്കോസ്താ തിരുനാളിന്റെ വലിയ അനുഭവമാണ് നാം വായിച്ചു കേട്ടത്. പരിശുദ്ധാത്മയും ശിഷ്യന്മാരും 9 ദിവസം പരിശുദ്ധാത്മാവ് എന്ന വലിയ ദാനത്തെ സ്വപ്നം കണ്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ 10-ാം ദിവസം അവരിലേക്ക് തീനാവിന്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് വന്ന് നിറയുന്നതായി അവരോരോരുത്തരും കണ്ടു, മനസ്സിലാക്കി, അവര് തിരിച്ചറിഞ്ഞു. പ്രിയമുള്ളവരെ, നാളെ പെന്തക്കോസ്തി തിരുനാൾ നാം ആഘോഷിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം സ്വീകരിക്കുന്ന പരിശുദ്ധ കൂദാശകളിലൂടെ നമ്മിലേക്ക് കടന്നു വന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തെ അഭിഷേകത്താൽ പൂരിതമാക്കുന്നുണ്ടോ? ഈ പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തെ ജ്ഞാനം കൊണ്ട്, ബുദ്ധി കൊണ്ട്, വിവേകം കൊണ്ട് നിറയ്ക്കുന്നുണ്ടോ എന്ന ഒരു ചിന്തയിലേക്ക് ഈ ആരാധന നമ്മളെ നയിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകം നമ്മളിലേക്ക് എങ്ങൊന്നും ഒരു പരിശുദ്ധാത്മാവിന് വരാനില്ല. ഞാൻ സ്വീകരിച്ച കൂദാശകൾ, മാമോദീസ, മുഴുവൻ അഭിഷേകം, വിശുദ്ധ കുർബാന, കുംഭസാരം, വിവാഹം, പൗരോഹിത്യം എന്നീ കൂദാശകളിലൂടെ നമ്മിലേക്ക് എഴുന്നള്ളി വന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിർജീവ അവസ്ഥയിലാണ് ഇരിക്കുന്നതെങ്കിൽ എൻ്റെ ജീവിതത്തെ ദൈവത്തിൽ ആഴ്ന്ന് ഇറക്കിക്കൊണ്ട് ഈ പരിശുദ്ധാത്മാവിനെ ജ്വലിപ്പിക്കേണ്ടതായ ഒരു സമയത്തിലാണ് ഞാനായിരിക്കുക. ഈ പരിശുദ്ധാത്മാവാണ് നമ്മുടെ ജീവിതത്തിന് എല്ലാ അനുഗ്രഹങ്ങളും കൃപകളും നൽകുന്നത്. കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പിതാവിന്റെ സന്നിധിയിലേക്ക് പോവുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ ഒരു സഹായകനെ ഞാൻ നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. ഈ സഹായകനെയാണ് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിവൃത്തിയാക്കുക. പ്രിയമുള്ളവരെ, ഇങ്ങനെ ഒരു സഹായകൻ എൻ്റെ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലും, എൻ്റെ ജീവിതം മുന്നോട്ടേക്ക് പോകാൻ ബുദ്ധിമുട്ടായി നിൽക്കുന്ന ഏത് സാഹചര്യത്തിലും എന്നെ സഹായിക്കാൻ എനിക്ക് എന്നെ സൃഷ്ടിച്ച് ഭൂമിയിലേക്ക് പറഞ്ഞുവിട്ട എൻ്റെ ദൈവം നൽകിയ സഹായകനാണ് പരിശുദ്ധാത്മാവ് എന്ന ബോധ്യം ഉള്ളിൽ സ്വീകരിച്ചുകൊണ്ട് ഈ സഹായകനെ എൻ്റെ ജീവിതത്തിൽ ഒന്ന് ജ്വലിപ്പിക്കുവാൻ എനിക്ക് ശ്രമിച്ചുകൂടെ? ദൈവകാരുണ്യനാഥ,
എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങ് നൽകിയ ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എൻ്റെ ജീവിതത്തിൽ നിലച്ചിരിക്കുന്ന ഈ സമയത്ത് ഇതിനെ ഒന്നുകൂടെ ഉജ്ജ്വലിപ്പിക്കുവാൻ, ഈ പരിശുദ്ധാത്മാവിനെ ഒന്നുകൂടെ ഉജ്ജ്വലിപ്പിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ തിന്നപ്പെട്ട സാഹചര്യങ്ങളിൽ നിന്നൊക്കെ മാറി കർത്താവേ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ എല്ലാ കാര്യങ്ങളിലും എല്ലാ തീരുമാനങ്ങളിലും ശരിയായി മുമ്പോട്ടേക്ക് പോകുവാൻ വേണ്ട വലിയ അഭിഷേകം കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളിലേക്ക് നൽകണമേ, ഞങ്ങൾക്ക് ഒരുക്കി തരണമേ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തി എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലായിരുന്ന് പ്രാർത്ഥിക്കുക. ദൈവമായ കർത്താവേ, പരിശുദ്ധ അമ്മയാണല്ലോ ഞങ്ങളുടെ ജീവിതത്തിൽ ഈ പരിശുദ്ധാത്മാവിനെ ഏറ്റവും കൂടുതൽ സ്വീകരിച്ച് ആ ജീവിതം മുഴുവനും അതിൻ്റെ നന്മയാക്കി മാറ്റിയ അനേക വ്യക്തികളിൽ ഒരാൾ. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഞങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവുക, അമ്മ പറയുന്നുണ്ട്, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ 9 ഫലങ്ങളിൽ ഒന്നാണ് ആനന്ദം. പരിശുദ്ധ അമ്മ പറയുക, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് എൻ്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്നുള്ളതാണ്. കർത്താവെ, പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ ആനന്ദത്തിൻ്റെ ഒരു കുറവുണ്ട്. പലപ്പോഴും ഞങ്ങൾ മ്ലാനവദനരാണ്. ആനന്ദത്തിൻ്റെ ഒരു വലിയ കുറവ്, സന്തോഷത്തിൻ്റെ ഒരു വലിയ കുറവ് ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ഞങ്ങൾ അഭിമുഖീകരിക്കാറുണ്ട്. കർത്താവേ, ഈ സന്തോഷം ഞങ്ങൾ നേടിയെടുക്കേണ്ടത് അങ്ങയെ മഹത്വപ്പെടുത്തുന്നതിലൂടെയാണ്, അങ്ങയെ ആരാധിക്കുന്നതിലൂടെയാണ്. അങ്ങയെ ആരാധിച്ച് മഹത്വപ്പെടുത്തി അവിടുത്തോട് ചേർന്ന് നിൽക്കുന്നതിലൂടെയാണ് കർത്താവെ ഞങ്ങൾ ഈ ഒരു വലിയ ആനന്ദം ഞങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിക്കുക. പരിശുദ്ധ അമ്മയെ പോലെ അങ്ങയെ മഹത്വപ്പെടുത്തി അങ്ങയെ ആരാധിച്ച് കർത്താവെ ഈ പരിശുദ്ധമായ ആനന്ദം, രക്ഷകനായ ദൈവത്തിലുള്ള ആനന്ദം സ്വീകരിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുക. യേശുവിലേക്ക് നീട്ടി അങ്ങയുടെ തിരുശരീരത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ ഈ പരിശുദ്ധാത്മാവിന്റെ നിറവ് കെട്ടുപോകുവാൻ ഇടയായിട്ടുള്ളതായ എല്ലാ സാഹചര്യങ്ങളെയും ഓർത്ത് ഞങ്ങൾ മാതപേക്ഷിക്കുക. പലപ്പോഴും നിന്റെ പരിശുദ്ധ ബലിയിൽ അലക്ഷ്യമായി പങ്കെടുത്തുകൊണ്ട് അതിന് വേണ്ടതായ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാതെ കർത്താവെ ലാഘവ ബുദ്ധിയോടുകൂടി നിന്റെ പരിശുദ്ധ കുർബാനയെ, പരിശുദ്ധ ബലിയെ ഞങ്ങൾ സമീപിച്ചിട്ടുണ്ട്. ദൈവമായ കർത്താവെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ച നിമിഷങ്ങളായിരുന്നു അത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. കർത്താവെ, ഈ നിമിഷം ഞങ്ങൾ അവയ്ക്കെല്ലാം മാപ്പപേക്ഷിച്ചുകൊണ്ട് അങ്ങയുടെ കരുണയോട് ഞങ്ങൾ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിലേക്ക് നീട്ടി
കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ നിർജീവമാവുന്ന അവസ്ഥയാണ് ഞങ്ങളുടെ പാപത്തിൻ്റെ അവസ്ഥ. പലപ്പോഴും ചെയ്യുന്നതൊക്കെ തെറ്റാണ്, ദൈവസ്നേഹത്തിന് എതിരാണ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ടും കുമ്പസാരം എന്ന കൂരാശ സ്വീകരിക്കാതെ, പാപത്തെ ശരീരത്തിൽ നിന്ന് കഴുകിക്കളയാതെ കർത്താവെ ഞങ്ങൾ മുമ്പോട്ട് ജീവിച്ചിട്ടുണ്ട്. ദാവീദ് രാജാവ് പാപം ചെയ്ത് ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നതിന് ശേഷം താൻ ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു എന്ന് മനസ്സിലാക്കിയ രാജാവ് വീണ്ടും പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവെ, ഞാൻ ചെയ്തു പോയിട്ടുള്ള അധർമ്മങ്ങളിലേക്ക് സൂക്ഷിച്ചു നോക്കിയിട്ട് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ എന്ന്. ദൈവമായ കർത്താവെ, ഈ നിമിഷം ഞങ്ങളും അങ്ങയുടെ ദിവ്യ ശരീരത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക. കർത്താവെ, ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ളതായ അപരാധങ്ങളിലേക്ക് സൂക്ഷിച്ചു നോക്കിയിട്ട് അന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ സ്വീകരിച്ച വിവിധ കൂദാശകൾ വഴി നൽകിയിട്ടുള്ളതായ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അവിടുന്ന് ഞങ്ങളിൽ നിന്ന് എടുത്തു കളയരുതേ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവെ, അവിടുത്തെ കരുണ നിറഞ്ഞ വലതുകൈ ഞങ്ങളിലേക്ക് നീട്ടി അവിടുത്തെ നെഞ്ചോട് ഞങ്ങളെ ചേർത്ത് വെക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയം ദിവ്യകാരുണ്യ രൂപത്തോട് ചേർന്ന്, ദിവ്യകാരുണ്യനാഥനോട് ചേർന്ന് നമുക്ക് നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അവിടുന്ന് അവിടുത്തെ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ. ഉള്ളിലുള്ള ആത്മാവെ ജ്വലിക്കണമേ. എൻ്റെ ജീവിതത്തിൻ്റെ വേദനകളിലേക്ക്, പ്രയാസങ്ങളിലേക്ക്, ദുരിതങ്ങളിലേക്ക് അവിടുന്ന് എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലെ കടബാധ്യതകളെ, സാമ്പത്തികമായ ദുരിതങ്ങളെ, പ്രശ്നങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവരെ, പഠനത്തിലായിരിക്കുന്ന മക്കളെ, വിവാഹപ്രായമായിട്ടും വിവാഹം നടക്കാതെയിരിക്കുന്ന മക്കളെ, കുടുംബ സമാധാനമില്ലാതെ പ്രയാസപ്പെടുന്ന മക്കളെ, ജീവിത പങ്കാളിയെക്കുറിച്ച് ഓർത്ത് വിഷമത്തിലും പ്രയാസത്തിലുമായിരിക്കുന്നവരെ, മക്കളുടെ ഭാവി എന്തായിരിക്കുമെന്നോർത്ത് പ്രയാസത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ, രോഗത്തിലായിരിക്കുന്ന മാതാപിതാക്കന്മാരെ കുറിച്ച് ഓർത്ത് വിഷമിക്കുന്ന മക്കളെയൊക്കെ ഈ സമയത്ത് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയിൽ നിന്ന് വിദേശത്തായിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കാം. അവരുടെ ജോലി മേഖലകളെ, ജീവിത സാഹചര്യങ്ങളെയൊക്കെ കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയിലെ ഓരോ കുടുംബങ്ങളെയും ഈ സമയം കർത്താവിൻ്റെ മുമ്പിലേക്ക് എടുത്തു വയ്ക്കാം. കർത്താവെ, ഞങ്ങളുടെ കുടുംബങ്ങൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞ കുടുംബങ്ങളായി തീരണമേ. ദൈവമായ കർത്താവെ, എല്ലാ കുടുംബങ്ങളിലും
അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ നന്മ, വലിയ സന്തോഷം കർത്താവെ അവിടുന്ന് നിറയ്ക്കണമേ എന്ന് ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുക. പ്രിയമുള്ളവരെ, ഈ സമയം നമുക്ക് എഴുന്നേറ്റ് നിന്ന് ദൈവമായ കർത്താവിനെ പാടി ആരാധിക്കാം. കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ വലിയ ശക്തിയും സ്നേഹവും നമ്മളിലേക്ക് കൂടുതലായി ഒഴുകുവാൻ ആഗ്രഹിച്ച് പെന്തക്കോസ്തായുടെ ദിവസം പരിശുദ്ധാത്മാവ് തീ രൂപത്തിൽ, അഗ്നി രൂപത്തിൽ ശിഷ്യന്മാരിലേക്ക് എഴുന്നള്ളി വന്നതുപോലെ കർത്താവേ, ഒരു വലിയ അഗ്നി അഭിഷേകം, അങ്ങയുടെ പരിശുദ്ധാത്മാവ് തീ പോലെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി ഞങ്ങളുടെ ജീവിതത്തെ നവീകരിക്കണമേ, അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. അവിടുത്തെ വലിയ ശക്തിയും കൃപയും നിറവും കർത്താവേ ഞങ്ങളിലേക്ക് നൽകണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഒന്നു ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാലാഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. ശരീരം മുറിച്ച് ഞങ്ങളെ തീറ്റുകയും തന്റെ രക്തം കലർത്തി ഞങ്ങളെ കുടിപ്പിക്കുകയും തന്റെ സ്വർഗരാജ്യത്തിന് ഞങ്ങളെ അവകാശികളാക്കുകയും ചെയ്ത സ്വർഗീയാത്മാവായ തനിക്ക് സ്തുതി. വിശുദ്ധ കുർബാനയുടെ വാഴ്ച നടത്തുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും
സ്തുതിയും ബഹുമാനവും ആരാധനയും അവന് യോഗ്യമാകുന്നു. കുൽഹൂനിയവുമോ സ്വതമായ മറഞ്ഞിരിക്കുന്ന പിതാവായ ദൈവമേ, നിന്റെ മുമ്പാകെ തന്റെ സ്നേഹം മൂലം ലോകത്തിന് വെളിപ്പെട്ട നിന്റെ വാത്സല്യപുത്രന്റെ മുമ്പാകെ തന്റെ ആവാസത്താൽ ലോകത്തെ പുണ്യപ്പെടുത്തിയ നിന്റെ വിശുദ്ധ റൂഹായുടെ മുമ്പാകെ ഈ ആരാധന ഞങ്ങൾ സമർപ്പിക്കുന്നു. വിധികടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ ഇടവക മുഴുവന്റെയും കുറ്റം മാഞ്ഞു പോകുന്നതിനും വിശ്വാസികളായ സകല മരിച്ചുപോയവരുടെയും ആശ്വാസത്തിനും നല്ല ഓർമ്മയ്ക്കുമായി തീരണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റും. ഹോശോ ഞാൻ തന്നെ നാഥൻ താൻ വെടിപ്പുള്ള ആത്മാക്കളുടെ മണവാളനും തന്റെ സുഗന്ധവാസനയാൽ മണവാട്ടിയായ വിശുദ്ധ സഭയ്ക്ക് സ്നേഹത്തെ സമർപ്പിച്ച ഭംഗിയുള്ള പലപേർ പുഷ്പവുമായ ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ, നിന്റെ വിശുദ്ധ ശരീരത്തിന്റെ മാധുര്യത്താൽ ഞങ്ങളെ തൃപ്തിപ്പെടുത്തുകയും ഞങ്ങളുടെ ഹൃദയങ്ങൾ നിന്റെ ദൈവിക സ്നേഹത്താൽ കത്തിജ്വലിക്കുവാൻ തക്കവണ്ണം ഇമ്പമുള്ളതും വിസ്മയനീയവുമായ നിന്റെ ദുരക്തത്തിന്റെ മാധുര്യത്താൽ ഞങ്ങളെ ലഹരി പിടിപ്പിക്കുകയും ചെയ്യണമേ. ഹോസോ ബദുകുൽ സുബാൻ ലോൽമീ. പരിശുദ്ധ കുർബാനയുടെ വാഴ്വ് നടത്തുന്ന ഈ സമയത്ത് പ്രത്യേകമായിട്ട് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ജീവിതങ്ങളെ പൂർണ്ണമായിട്ടും നയിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ വലിയ നിറവ് ഞങ്ങളുടെ ഈ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ, വ്യക്തി ജീവിതത്തിൽ, ഇടവക ബന്ധങ്ങളിൽ കർത്താവെ പ്രത്യേകമായിട്ട് അവിടുന്ന് നൽകണമേ. പരിശുദ്ധാത്മാവിന്റെ കുറവ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾക്കും പ്രയാസങ്ങൾക്കും അത് ഏറ്റവും കൂടുതൽ കാരണമാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സഹായകനായ പരിശുദ്ധാത്മാവിനെ കൂട്ടത്തിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാനുള്ള വലിയ കൃപയും ശക്തിയും ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ആശീർവാദ സമയത്ത് നമ്മുടെ ഓരോരുത്തരുടെയും ഭവനങ്ങളെ പൂർണ്ണമായിട്ടും നമ്മുടെ ഉള്ളിൽ വിചാരിച്ചുകൊണ്ട് ഉള്ളിലുള്ള ആത്മാവെ ജ്വലിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഈ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം.
പൂവാ